നമസ്കാരം. നിങ്ങളൊരു കോൺട്രാക്ടറാണോ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ബിസിനസ്സിൻ്റെ ബിൽഡേഴ്സാണോ? നിങ്ങളൊരു ബിൽഡേഴ്സാണോ? ആണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്, അല്ലെങ്കിൽ അല്ല. സോ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ നോർമലായിട്ട് കേസ് ഓഫ്റ്റിൽ നമ്മൾ വീഡിയോസ് ഉണ്ടാക്കുമ്പോൾ ബിസിനസ് ജനറലായിട്ടോ അല്ലെങ്കിൽ സ്പെസിഫിക് ഒരു പ്രൊഡക്റ്റ് പറയുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ നെഗറ്റീവ്സ് പോസിറ്റീവ്സ് അങ്ങനെയൊക്കെയാണ് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യാറുള്ളത്. ഈ വീഡിയോ സ്പെസിഫിക്കലി കോൺട്രാക്ടേഴ്സ് അല്ലെങ്കിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻസ് ഏരിയയിലുള്ള ബിസിനസ് ഓണേഴ്സ് അല്ലെങ്കിൽ ടോപ്പ് മാനേജ്മെൻറ്റിന് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഓൺ ഹൗ ദേ ക്യാൻ മാനേജ്. സോ നമ്മൾ കുറച്ച് കൊല്ലങ്ങളായി, മോർ ദാൻ എ ഡിക്കേഡ് ഐ വുഡ് സേ, നമ്മൾ സോഫ്റ്റ്വെയർസ്, വെബ്സൈറ്റ്സ്, ആപ്ലിക്കേഷൻ, ഡിജിറ്റൽ പ്രൊഡക്ട്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവർ ദി ഇയേഴ്സ് നമ്മൾ കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട് നമ്മുടെ ചില കസ്റ്റമേഴ്സിന് മൊബൈൽ ആപ്ലിക്കേഷൻസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ചില കസ്റ്റമേഴ്സിന് വെബ്സൈറ്റ് മാത്രം ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ചിലർക്ക് വെബ്സൈറ്റ് പ്ലസ് SEO സർവീസസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പല ഡിജിറ്റൽ സർവീസസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പല സ്ഥലത്ത് ഞാൻ കേൾക്കാറുണ്ട്, ബിൽഡിങ്ങിൽ എത്ര മെറ്റീരിയൽ വന്നു, എത്ര മെറ്റീരിയൽ പോയി, എത്ര യൂസ് ചെയ്തു, കുറേ വേസ്റ്റ് അൺവാണ്ടഡ് ആയിട്ടുള്ള പർച്ചേസസ് വരുന്നു, കുറേ എക്സ്പെൻസസ് വരുന്നു, അങ്ങനെ പല പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ കേൾക്കാറുണ്ട്. ഈവൻ എൻ്റെ ഫ്രണ്ട്സും, ബിസിനസ്സിലുള്ള എൻ്റെ ഫ്രണ്ട്സും നെറ്റ്വർക്കിലുള്ള ആൾക്കാരും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടും പിന്നെ ഈ റീജിയനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. സോ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, ജസ്റ്റ് ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എൻഡ് ടു എൻഡ് ആവണമെന്നില്ല. ഇപ്പോൾ ചില ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും അവർ സോർട്ടഡ് ഔട്ടാണ്, കുഴപ്പമില്ല, ഞങ്ങളിപ്പോൾ മാനേജ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇന്ന സ്പെസിഫിക് പോയിന്റ് ഞങ്ങൾക്ക് ഫേസ് ചെയ്യുന്നുണ്ട് പ്രശ്നം, അതെങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ റിക്വയർമെൻറ്റ്സ് നമുക്ക് വരാറുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ആ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ബിൽഡിംഗ് നിങ്ങളുടെ ബിസിനസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ചിലർ പറയാറുണ്ട് നമുക്ക് സൂപ്പർവൈസേഴ്സ് വരാറുണ്ട്, പക്ഷെ ചില പ്രശ്നങ്ങളൊക്കെ നമ്മൾ നോട്ടീസ് ചെയ്യാതെ വിട്ടുപോകാറുണ്ട്. അത് ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് അത് നമ്മൾ മനസ്സിലായിട്ടുണ്ടാവും പ്രോബ്ലം എന്താണെന്നുള്ളത്, പിന്നെ അതിനുള്ള സൊല്യൂഷൻ നമുക്കറിയാം, പക്ഷെ അതിന് പ്രോപ്പറായിട്ടുള്ള മോണിറ്ററിങ് ചില സമയത്ത് വ്യത്യാസം വരുന്നത് കൊണ്ട് പല കാര്യങ്ങളും മിസ്സായി പോകാറുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ റിക്വയർമെൻറ്റ് വന്നപ്പോൾ നമ്മൾ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു കസ്റ്റം ആപ്ലിക്കേഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു മൊബൈൽ ആപ്പിൻ്റെ. അതായത് അവർക്ക് ഇപ്പോൾ സൂപ്പർവൈസേഴ്സിന് മാത്രമാണ് ആ ആപ്പ് ചെയ്തിട്ടുള്ളത്, എന്നിട്ട് അതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഓണേഴ്സ് അല്ലെങ്കിൽ അവരുടെ അടുത്ത ആരാണോ റിപ്പോർട്ട് ചെയ്യേണ്ടത് അവർക്ക് ആക്സസ് ഉണ്ടാവും ഈ ഡേറ്റയായിട്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ എവിടെയാണോ പ്രശ്നം, അല്ലെങ്കിൽ ഡെയിലി അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ എല്ലാ സ്ഥലത്തിൻ്റെയും ഫോട്ടോസും കാര്യങ്ങളും എടുക്കുക. പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ സ്പെസിഫിക് ടാഗ് കൊടുത്തിട്ട് അവർ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ വൺസ് അത് കണ്ടു കഴിഞ്ഞാൽ അത് ഇഷ്യൂ ആഡ് ചെയ്തിട്ട് അത് റെക്ടിഫൈ ചെയ്യുകയും വേണം. റെക്ടിഫൈ ചെയ്തിട്ട് ഒന്നും കൂടി അത് അപ്ലോഡ് ചെയ്യുക, ഫിനിഷ് ചെയ്ത പാർട്ട്, എന്നിട്ട് ഫോട്ടോ അപ്ലോഡ്, ആ പ്രോബ്ലം സോൾവ് ആയി എന്നുള്ള രീതിയിൽ. ബേസിക്കലി ഒരു ട്രാക്ക് ഓഫ് പ്രോബ്ലംസ് ആൻഡ് മേക്കിംഗ് ഷുവർ ദാറ്റ് ഇറ്റ് സോൾവ്ഡ് ആ ഒരു പ്രൊജക്റ്റിൽ. അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. സോ അതുപോലെയുള്ള കാര്യങ്ങൾ ഒന്ന് സോൾവ് ചെയ്യാം അല്ലെങ്കിൽ ബെറ്റർ ആക്കുക എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ ഒരു ബേസിക് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുള്ളതാണ് പല കമ്പനീസിന് വേണ്ടിയിട്ട്. അതൊന്ന് കൺസോളിഡേറ്റ് ചെയ്തിട്ട് കുഞ്ഞൊരു ബേസിക് സാധനം നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ ഈ പ്ലാറ്റ്ഫോം ബേസിക്കലി ഭയങ്കര പ്രാക്ടിക്കലാണ്. റിയൽ ലൈഫ് വർക്കിൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാനും ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനും റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എളുപ്പമായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ചെറിയ സൈറ്റുകളാണ് അല്ലെങ്കിൽ വലിയ സൈറ്റുകൾ, അല്ലെങ്കിൽ ഒരു സൈറ്റ് ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ഏതൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബിസിനസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്റ്റേജസിൽ നിൽക്കുന്ന ബിസിനസ് ആണെങ്കിൽ കൂടെ നമ്മുടെ ഈ പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ സ്പെസിഫിക്കലി നിങ്ങളുടെ റിക്വയർമെൻറ്റ്, ഇപ്പം ഫ്ലോ ഓഫ് ഡേറ്റ, ഫ്ലോ ഓഫ് ക്യാഷ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും ചില ബിസിനസ്സിൽ, അവരുടെ വർക്ക് കൾച്ചറൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതിനനുസരിച്ച് കസ്റ്റമൈസേഷൻസും പോസിബിൾ ആണ് ഇതിൽ. സോ മെയിൻ പ്രോബ്ലംസ് എന്തൊക്കെ ആയിരിക്കാം ഇതിൽ അതെന്ന് വെച്ചാൽ, ഒന്ന് അറ്റൻഡൻസ്, പിന്നെ മെറ്റീരിയലിൻ്റെ സ്റ്റോക്ക് എത്ര വന്നു, എത്ര പോയി, എത്ര യൂസ് ചെയ്തു, എത്ര വേസ്റ്റായി, അത് റീഫണ്ട് ചെയ്യാൻ പറ്റുമോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ.
പിന്നെ മോസ്റ്റ് ഓഫ് ദി ട്രാക്കിംഗ്, അതായത് ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ടീമിനെ മാനേജ് ചെയ്യുന്ന കൂടുതലും വാട്സാപ്പിലോ അല്ലെങ്കിൽ എക്സൽ ഫയലിലോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ എന്താ വെച്ചാൽ വാട്സാപ്പിൽ ഇപ്പോൾ കുറേ മെസ്സേജ് വന്നു, അപ്പം മുകളിലത്തെ കാര്യം വിട്ടും. എക്സലാണെങ്കിലും പല കാര്യങ്ങളും നമ്മൾ ഓക്കെ എന്നിട്ടാലും എന്തെങ്കിലും ഫർദർ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് അപ്ഡേറ്റും കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ ഫുൾ ടൈം എക്സൽ എഡിറ്റ് ചെയ്യുന്നത് അതത്ര ഒരു യൂസർ പോയിന്റ് ഓഫ് വ്യൂവിൽ അത്ര ഈസി അല്ല എഡിറ്റ് ചെയ്യാനൊക്കെ. ഒരു കമ്പ്യൂട്ടർ ഇരുന്നിട്ട് ആൾക്കാർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ ഡിഫറെൻറ്റ് തിങ്. അതർവൈസ് നമ്മൾ ടാസ്ക് ഒക്കെ ട്രാക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ടാസ്ക് ഇപ്പം എക്സൽ ആണെങ്കിലും വാട്സാപ്പ് ആണെങ്കിലും അത് കുറച്ച് ഈസി അല്ല മാനേജ് ചെയ്യാൻ. പിന്നെ എന്താ വെച്ചാൽ മൾട്ടിപ്പിൾ സാധനങ്ങൾ വരുമ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ, ഇപ്പോൾ ഒരു ടീമിൽ തന്നെ പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും ഒരു പ്രൊജക്റ്റിൽ. അപ്പോൾ ഒരു കാര്യത്തിനെ കുറിച്ച് മൾട്ടിപ്പിൾ സജഷൻസും കാര്യങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ അതിൻ്റെ കോർ എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ ഇഷ്യൂ എന്താണ് അത് മനസ്സിലാക്കി ചേഞ്ച് ചെയ്യാനുള്ള ഇത് കുറവായിരിക്കും, അതിൻ്റെ ചാൻസസ് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഒന്ന് പ്രോപ്പർ ഒരു ഫ്ലോ ഓഫ് ഇതുണ്ടാവും. മാത്രമല്ല ഓരോ ടീം മെമ്പേഴ്സിനും, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അഡ്മിൻ, ബിസിനസ് ഓണർ അല്ലെങ്കിൽ കസ്റ്റമർ, അങ്ങനെ പല ലോഗിൻസ് കൊടുത്ത് നമുക്ക് അവർക്ക് വേണ്ട കാര്യങ്ങൾ, ഡേറ്റയും കാര്യങ്ങളും മാത്രം നമുക്ക് അവർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് പിന്നെ കസ്റ്റമൈസേഷൻസും വന്നുകൊണ്ട് നമുക്ക് ഡീറ്റെയിൽസ് കൊടുക്കുന്ന രീതിയിലും വാങ്ങിക്കുന്ന രീതിയിലും റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്ന രീതിയിലും ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ കൂടുതലും ക്രിയേറ്റ് ചെയ്യാൻ ചെയ്തിട്ടുള്ളതും. സോ നമ്മുടെ കോൺട്രാക്ടർ ആപ്ലിക്കേഷനിൽ ഇപ്പോൾ ഡെയിലി ടാസ്ക് ആയിക്കോട്ടെ, അറ്റൻഡൻസ്, സ്റ്റോക്ക് മാനേജ്മെൻറ്റ്, ലീവ്, പേറോള്, പർച്ചേസസ്, എക്സ്പെൻസസിൻ്റെ ട്രാക്കിങ്, ഡെയിലി റിപ്പോർട്ട്സ്, പിന്നെ മൾട്ടി ലെവൽ കൺട്രോൾ, മൾട്ടി സൈറ്റ് കൺട്രോൾസ്, ഇതെല്ലാം പോസിബിലിറ്റീസ് ആണ് നമുക്ക്. പോസിബിൾ ആണ്. നമുക്ക് വലിയ കോംപ്ലെക്സ് ആയിട്ടുള്ള സിസ്റ്റം പഠിക്കേണ്ട ആവശ്യമില്ല. വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ്. ഒരു ബേസിക് കമ്പ്യൂട്ടർ നോളജും യൂസ് ചെയ്യാനുള്ളൊരു ആക്സസും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ അത്യാവശ്യം ബേസിക് ലെവൽ എഡ്യൂക്കേഷനുള്ള കുട്ടികളെ നമുക്ക് ഹയർ ചെയ്തിട്ട് അവരത് ചെയ്യാം. ഇല്ല ഇനിയിപ്പോൾ ടീം മെമ്പേഴ്സും അവരുടെ സൈറ്റ് മാനേജേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഈസി ഫോർ ദം ടു യൂസ്. അതാണ് ഒരു ബേസിക് ഐഡിയ. കാരണം അവർക്ക് ഒരു സിമ്പിൾ ആയിട്ട് ലാംഗ്വേജിൽ വായിച്ച് മനസ്സിലാക്കാനും അല്ലെങ്കിൽ അതിന് സപ്പോർട്ട് നമ്മൾ വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് കസ്റ്റമേഴ്സിന്, ഇഫ് ദേ ആർ ഫേസിങ് ഇഷ്യൂസ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ഫ്ലോ. പക്ഷെ അത് മോസ്റ്റ്ലി ഉണ്ടാവാറില്ല. പുതിയ യൂസേഴ്സിന് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ ദേ ആർ കംഫർട്ടബിൾ. നിങ്ങളുടെ ഫോണിലാണെങ്കിലും ടാബ്ലറ്റിലാണെങ്കിലും ഇത് ഭയങ്കര എളുപ്പമായിട്ട് മൊബൈൽ ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ആണെങ്കിൽ, അപ്പോൾ ഈസി ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാനും വർക്ക് ചെയ്യാനും സാധിക്കും. മെയിൻ ഫീച്ചേഴ്സിനെ കുറിച്ച് ഞാൻ കുറച്ച് പോയിന്റ്സ് ഇനി പറയാം. അതിലൊന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സൈറ്റ് ട്രാക്കിംഗ് ആണ്. ഈവൻ ഓരോ സൈറ്റിനും അതിൻ്റെതായ പ്രോപ്പർ ട്രാക്കിംഗ് ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേറ്റസ് എന്താണ്, ഓരോ പ്രോഗ്രസ് എന്താണ്, എത്ര എക്സ്പെൻസസ് ഓൾറെഡി വന്നിട്ടുണ്ട്, നമ്മുടെ പ്ലാൻ എന്താണ്, അവിടെ എത്ര റീച്ച് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ആ ഒരു രീതിയിൽ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സും നമ്മളൊരു ഡേറ്റയെ നമുക്ക് കാണാനും പ്രോസസ്സ് ചെയ്യാനും നമുക്ക് പറ്റും. എംപ്ലോയി മാനേജ്മെൻറ്റ്, പല സമയത്ത് ഓരോ സൈറ്റിലുള്ള ആൾക്കാരും ചിലപ്പോൾ ഈ സൈറ്റിലായിരിക്കും ഇന്ന്, അടുത്ത സൈറ്റിലായിരിക്കും വേറെ, ഈ ടീം മെമ്പേഴ്സ് അടുത്ത വേറെ സൈറ്റിലായിരിക്കും. അപ്പോൾ അങ്ങനെ പല നമുക്ക് ആവശ്യങ്ങളും വരാറുണ്ട്. സോ അതിനനുസരിച്ചിട്ടുള്ള എംപ്ലോയി ട്രാക്കിങ്ങും ടീം മാനേജ്മെൻറ്റും നമുക്ക് പോസിബിളാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ മെറ്റീരിയൽ എന്തൊക്കെ പർച്ചേസ് ചെയ്തു, അതിൻ്റെ ബില്ല്, നമ്മൾ പൈസ കൊടുത്തോ വെണ്ടർക്ക്, അതും ഇനി കൊടുക്കാനുണ്ടോ, ഓഫേഴ്സ് വന്നിട്ടുണ്ടോ, ഡിസ്കൗണ്ട്സ് കിട്ടിയിട്ടുണ്ടോ, സോ ആ രീതിയിലൊക്കെ എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പേയ്മെൻറ്റ് ട്രാക്കിംഗ്, അതിപ്പോൾ വെൻഡേഴ്സിനുള്ള നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കാനുള്ളതാണെങ്കിലും കസ്റ്റമറിന് പേയ്മെൻറ്റ് വന്നതാണെങ്കിലും രണ്ടും നമുക്ക് പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യാനും എക്സ്പെൻസും പ്രോഫിറ്റും കാര്യങ്ങളും ലോസും കാര്യങ്ങളൊക്കെ നമുക്ക് ഡേ ടു ഡേ റിപ്പോർട്ട്സ് ആയിട്ടും എൻഡ് ഓഫ് ദ പ്രൊജക്റ്റിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു റിപ്പോർട്ട് നമുക്കിതിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്യൂച്ചറിൽ നമ്മൾ ഓരോ പ്രൊജക്ട്സും വർക്ക് ചെയ്യുമ്പോൾ ഓരോ പ്രൊജക്ട്സിൻ്റെയും നേച്ചർ അനുസരിച്ചിട്ടുള്ള സ്ട്രാറ്റജി ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത പ്രൊജക്റ്റിലേക്ക് ഫ്യൂച്ചറിലേക്ക് നമുക്ക് ബിൽഡ് ചെയ്യാനും അതിനനുസരിച്ചിട്ടുള്ള സ്റ്റെപ്സ് എടുക്കാനും നമുക്ക് സാധിക്കും. നമ്മൾ എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോബ്ലംസോ അല്ലെങ്കിൽ വാട്ട് ആർ ദ സൊല്യൂഷൻ നമ്മൾ പറഞ്ഞു. എന്തൊക്കെയായിരിക്കും നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന പ്രശ്നങ്ങൾ? വൺ ഇസ് മാനുവലായിട്ട് വരുന്ന എറേഴ്സ് മാറ്റാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ടീം മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവർ ചെയ്യുമ്പോൾ ചില എറേഴ്സൊക്കെ സ്വാഭാവികമാണ്, ഒരു മനുഷ്യനല്ലേ. അപ്പോൾ അങ്ങനത്തെയുള്ള രീതിയിലുള്ള സ്മോളസ്റ്റ് ഓഫ് എറേഴ്സ്
ഇല്ലാതാവും. കാരണം പിന്നീട് നമുക്ക് ഫുൾ ഡേറ്റ വരുന്നത് ഡിജിറ്റലി ആണ്. അപ്പോൾ ചേഞ്ച് ചെയ്യലൊക്കെ മീൻസ് പ്രോപ്പർ ഫ്ലോ ഓഫ് പേഴ്സണൽസിലൂടെ ആയതുകൊണ്ട് അങ്ങനത്തെ എറേഴ്സൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. പിന്നെ മെറ്റീരിയൽ ലോസസ് ആയിക്കോട്ടെ, സമയം നമുക്കൊന്നും കൂടിയും യൂസായിട്ട് ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതായത് റിപ്പോർട്ട് ജനറേഷനും കാര്യങ്ങളും അതിൻ്റെ സ്ട്രാറ്റജി ബിൽഡിങ്ങും ഒക്കെ വളരെ ഈസി ആയതുകൊണ്ട് നമ്മൾ ഡേറ്റ ആഡ് ചെയ്യാമെന്നുള്ള ആ ടൈം മാത്രം നമ്മൾ എടുക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്കൊരു റിപ്പോർട്ട് കണ്ടിട്ട് അതിനനുസരിച്ച് ഡിസിഷൻസ് എടുക്കാനും ഇപ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ ചേഞ്ചസ് വരുത്താനും കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയിലുള്ള ഓപ്പറേഷൻ നമുക്ക് ബിസിനസ്സിൽ സപ്പോർട്ടീവ് ആയിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ സൈറ്റ് മാനേജേഴ്സ് അല്ലെങ്കിൽ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് തന്നെ നമുക്കിത് മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂ. അതിനായിട്ട് ഒരാൾ എക്സ്ട്രാ സ്റ്റാഫിന് വെക്കുകയും മാനേജ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. പിന്നെ ഉള്ളത് എപ്പോഴും നമ്മുടെ കസ്റ്റമേഴ്സ് റിക്വയർമെൻറ്റ്സ് വരുമ്പോൾ ചോദിക്കാറുള്ള കസ്റ്റമർ സപ്പോർട്ട് എങ്ങനെയാണ്, എന്തൊക്കെ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള രീതിയിലാണ്. സോ കസ്റ്റമർ സപ്പോർട്ട്. അപ്പോൾ നമ്മൾ മെയിൻലി ഇപ്പം കുറേ വർഷങ്ങളായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നതാണ്. പല ടീമുമായിട്ടും പല വർക്കിംഗ് മോഡലിലെ ടീമുമായിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കസ്റ്റമർ സപ്പോർട്ട് പല രീതി കമ്മ്യൂണിക്കേഷൻസൊക്കെ ചിലർ വാട്സാപ്പിലായിരിക്കും, ചിലപ്പോൾ പ്രോപ്പർ കോളിലായിരിക്കും, ചിലർ നേരിട്ട് ഓഫീസിലേക്ക് വന്നിട്ട് മാനേജ് ചെയ്യാറുണ്ട്, ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിട്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ പല രീതി നിങ്ങളുടെ അവൈലബിലിറ്റി കംഫർട്ട് സോൺ എന്താണോ അതിനനുസരിച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ അൺലെസ് ഇറ്റ്സ് എ ലീവ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി അല്ലെങ്കിൽ ഏകദേശം 15 അല്ലെങ്കിൽ 24 to 48 hours പ്രോപ്പറായിട്ട് നമ്മൾ സപ്പോർട്ട് കൊടുക്കാറുണ്ട്. പിന്നെ കൂടുതൽ സപ്പോർട്ട് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് അറിയണില്ല എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനാണ് കൂടുതൽ സപ്പോർട്ട് ആവശ്യമുള്ളൂ. അല്ലാതെ എററായിട്ടോ അങ്ങനെ അപ്ഡേഷൻസ് ഒക്കെ ആയിട്ട് ഉണ്ടാവാറുള്ളൂ. അല്ലാതെ എററായിട്ടൊന്നും നമ്മൾ സാധാരണ ഉണ്ടാവാറില്ല. അപ്പോൾ ആ ഒരു ഏരിയയിൽ നമ്മൾ സോർട്ടഡ് ഔട്ട് ആണ്. സോ നമ്മൾ പറയുമ്പോൾ ദിസ് ഈസ് നോട്ട് ജസ്റ്റ് സോഫ്റ്റ്വെയർ, ഇത് ബേസിക്കലി നിങ്ങളുടെ ഒരു സപ്പോർട്ട് സിസ്റ്റം ആയിട്ടാണ് നമ്മൾ ഈ ബിസിനസ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൽ ഗ്രോ ചെയ്യാൻ ഒന്ന് എക്സ്ട്രാ ആഡ് ചെയ്യാനുള്ള സമയത്ത് നമ്മൾ എന്താ ചെയ്യണു, നമ്മളൊരു സിസ്റ്റം ബിൽഡ് ചെയ്യണം നിങ്ങളുടെ ബിസിനസ് ഗ്രോ ചെയ്യാനും കൂടുതൽ പ്രോജക്ട്സ് മാനേജ് ചെയ്യാനൊക്കെ ഉള്ള രീതിയിൽ നിങ്ങൾ സപ്പോർട്ട് സിസ്റ്റമാണ് ഇവിടെ നൽകുന്നത്. അപ്പോൾ ഡോണ്ട് വറി, കണക്ട് വിത്ത് അസ്. എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ വിൽ ബി ഹാപ്പി ടു സപ്പോർട്ട് യു ആൻഡ് ലുക്കിംഗ് ഫോർവേഡ് ടു കണക്ട്. ബൈ, താങ്ക് യു.